പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് സാരി ഉടുക്കുന്ന സമയത്ത് ബ്ലൗസ് ഇല്ലായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. ഈ ബ്ലൗസ് എന്ന് തൊട്ട് നമ്മൾ ധരിച്ചു തുടങ്ങി എന്നുള്ള പിന്നിൽ ഒരു കാര്യം കൂടിയുണ്ട്. അന്നത്തെ കാലത്ത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അനുജൻ്റെ വൈഫ് ഒരു ഇവൻറ്റുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാരുടെ ഒരു കമ്പനിയിലേക്ക് പോകുന്നു. ആ കമ്പനിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്ന സെക്യൂരിറ്റി അവളെ അകത്തേക്ക് കടത്തി വിട്ടില്ല. കുറേ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം എന്താണ് റീസൺ എന്ന് ചോദിച്ച സമയത്ത് നിങ്ങളുടെ വസ്ത്രധാരണം ശരിയല്ല എന്നുള്ളതാണ് പറയുന്നത്. മാന്യമായിട്ടുള്ള വസ്ത്രമല്ല നിങ്ങൾ ധരിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാന പ്രശ്നം അവർ ബ്ലൗസ് ഇട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു. പിന്നീടാണ് പല സ്ഥലങ്ങളിലും ബ്രിട്ടീഷ് അധികാരികളുടെ കുറച്ച് പോഷായിട്ടുള്ള സ്ത്രീകൾ പലതരത്തിലുള്ള ബ്ലൗസുകൾ ഇടുന്നത് കണ്ടത്. അവർ തിരികെ വീട്ടിലേക്ക് വന്നതിന് ശേഷം തനിക്ക് ചുറ്റുമുള്ള സ്ത്രീകളെ ഇതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി അവയർനെസ് കൊടുത്ത് പാവാടയും ബ്ലൗസിൻ്റെ കൂടെയൊക്കെ പലതരത്തിലുള്ള സാരികൾ ഇട്ട് ബ്ലൗസ് നമുക്ക് ആവശ്യമാണ് എന്നുള്ളൊരു സാധനം ജനങ്ങളിലേക്ക് എത്തിച്ചു. അന്ന് മുതൽക്കാണ് പിന്നീട് അങ്ങോട്ട് ഇന്ന് നമ്മൾ ഇടുന്ന രീതിയിൽ സാരിക്ക് ബ്ലൗസ് എന്ന രീതിയിലേക്ക് മാറിയത്. പക്ഷേ ഇന്നൊക്കെ സ്ലീവ്ലെസ്സും മറ്റു പല തരത്തിലുള്ള ബ്ലൗസുകളിട്ട് നമ്മൾ സാരീനെ കൂടുതൽ ഭംഗിയാക്കുന്നുണ്ട്. എങ്കിലും സാരിക്ക് ബ്ലൗസ് വന്ന കഥ ഇങ്ങനെയാണ്.